Good morning, viewers. ഇന്നിപ്പം 11th ജൂലൈ. സോ മാർക്കറ്റ് 2 ദിവസമായി വലിയൊരു മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റിൽ ചെയ്യുന്നില്ല. ഹാർഡ്ലി 50 പോയിൻറ്റ്സ് 60 പോയിൻറ്റ്സ് ഹോവർ ചെയ്യുന്ന നിഫ്റ്റിയിൽ കാണുന്നത്. സോ ഇങ്ങനെ നിഫ്റ്റി മൂവ് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഓപ്ഷൻ ബയേഴ്സിന് ദേ വിൽ ടൈം ഡീക്കേൽ അവർക്ക് പൈസ നഷ്ടമല്ലാണ്ട് ദേ വോണ്ട് മേക്ക് മച്ച് മണി. സോ പിന്നെ ഐ തിങ്ക് ഈ നിഫ്റ്റിയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന കൂട്ടർക്ക് വൊളറ്റാലിറ്റി ഈസ് എ ഫ്രണ്ട്. സോ വൊളറ്റാലിറ്റി വലിയ വൊളറ്റാലിറ്റി കാണുന്നില്ല. അതേസമയത്ത് ഒരു 50 പോയിൻറ്റ് 30 പോയിൻറ്റ് 40 പോയിൻറ്റ് ചില സമയത്ത് 10 പോയിൻ്റ് ഒക്കെ നിഫ്റ്റി മൂവ് ചെയ്യുമ്പം സോ ഓപ്ഷൻ ബൈസ് ദേ ആർ ഓൾ ട്രാപ്ഡ്. സോ ദേ വിൽ ലൂസ് മണി. അപ്പോൾ ഇന്നിപ്പം ഞാൻ കാണുന്നത് ഇന്നിപ്പം ഫ്രൈഡേ ആണ്. സോ ഇന്നലെ ഐ എം നോട്ട് ബുള്ളിഷ് ടുഡേ. പക്ഷേ ഈ 25,300 ഒരു നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. 25,300ൻ്റെ ബ്രേക്ക് ചെയ്യുമെന്ന് ഇന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ബേസിക്കലി ഞാൻ കാണുന്നത് ഇന്നത്തെ നിഫ്റ്റി ലെവൽസ് പറയാമെന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ ഞാൻ കാണുന്നത് ഇപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ, ദാറ്റ് മീൻസ് ഇപ്പോൾ ടൈം ഈസ് 10 o'clock. ഈ മൊമെൻറ്റിൽ എൻ്റെ വ്യൂ എന്ന് വെച്ചാൽ 25,250 വരെ അതിൻ്റെ ലോ ഞാൻ കാണുന്നുള്ളൂ. സോ മേ ബി അപ്വേർഡിൽ ഇറ്റ് ക്യാൻ ഗോ അപ്പ് ടു 25,350. സോ ഐ ഡോണ്ട് സീ ഞാനൊരു മാർക്കറ്റിൽ ബുള്ളിഷായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിവേ നെക്സ്റ്റ് 2 ദിവസം ഹോളിഡേ ആണ്. സോ ഓവർ നൈറ്റ് പൊസിഷൻ നോർമലി ഐ ഡോണ്ട് ടേക്ക്. സോ അത് ഒരു റിസ്ക് ഉള്ളൊരു ഫാക്ടറാണ്. പിന്നെ ഇന്നത്തെ സ്റ്റോക്ക് മൂവ് ചെയ്തതിന് എനിക്ക് പറയാനുള്ള യൂണിലിവറാണ്. യൂണിലിവറിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ തന്നെ യൂണിലിവർ ഞാൻ ഇഫ് യു വാച്ച് മൈ വീഡിയോ 1 week back I told you when it was trading somewhere around 2360 2380 രൂപ ഞാൻ അന്ന് പറഞ്ഞിരുന്നു യൂണിലിവർ ഈസ് എ ഗുഡ് ബൈ. കാരണം ഒരു ലോങ് ടേമിലോ ഒരു യൂണിലിവർ വാങ്ങിക്കേണ്ട സ്റ്റോക്കിനാണ്. പിന്നെ യൂണിലിവറിലൊരു പുതിയ CEO വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇന്ന് മാർക്കറ്റ് ഒന്ന് യൂണിലിവർ പിന്നെ മൂവ് ചെയ്ത്. പക്ഷേ ഈ യൂണിലിവർ പോലത്തെ ഈ FMCG സ്റ്റോക്സ്, യൂണിലിവർ മാത്രമല്ല പറയുന്നത്, നെസ്ലെ, ഡാബർ, ഗോദ്രേജ് CP ഇതൊക്കെയുള്ള FMCG സ്റ്റോക്സ് നോർമലി മൺസൂൺ സീസണിൽ സാധാരണ പെർഫോം ചെയ്യുന്നത് തന്നെയാണ്. ബിക്കോസ് ദ മാക്രോ വർക്ക്സ് വെൽ വിത്ത് അവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ് ഈ FMCGക്ക്. സോ അത് പിന്നെ ഏഷ്യൻ പെയിൻറ്റും ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് വാസ് ട്രേഡിംഗ് സംവെയർ below 2,300. I told Asian Paint is the right time to invest in Asian Paint. That is a good buy എന്നുള്ള കാര്യം. സോ ഈ രണ്ട് സ്റ്റോക്കും ഇന്ന് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് വീക്കായിട്ട് കണ്ടത് TCS ആണ്. അത് എൻ്റെ ഡേ ബിഫോർ യെസ്റ്റർഡേ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും. TCSനെ കുറിച്ച് ഐ വാസ് നോട്ട് ബുള്ളിഷ്. TCSൻ്റെ റിസൾട്ട് മോശമായിരിക്കുന്നു. എൻ്റെ ഒരു കാൽക്കുലേഷൻ പോലെ TCS റിസൾട്ട് ബോട്ടം ആൻഡ് ടോപ്പ് ലൈൻ വലിയ ഗ്രോത്ത് കാണിക്കാൻ സാധ്യതയില്ല. സോ അതാണ് TCSൻ്റെ എഗൈൻ TCSൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഇത് ഫസ്റ്റ് ഞാൻ കാണുന്ന സപ്പോർട്ട് 3,231 ആണ്. ദാറ്റ് മീൻസ് 11th April 25 വന്നൊരു പ്രൈസാണ്. സോ ദാറ്റ് 2,325. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഗോ സംവെയർ അറൗണ്ട് 3,100. Maybe it can go up to 3,000 level TCS. ആ സമയത്തൊരു ബൈ ആയിട്ട് എനിക്ക് തോന്നുന്നു TCSൻ്റെ. സോ ഈ പ്രൈസ് ഞാൻ പറയുന്നത് സംവെയർ അറൗണ്ട് 2022 പ്രൈസാണിത്. ഏകദേശം 2022 വന്നത് അത് ഏകദേശം 2,300 അടുത്ത പ്രൈസ് വന്നിരുന്നു. സോ മേ ബി ഇറ്റ് ക്യാൻ കം ബിക്കോസ് റിസൾട്ട് ഈസ് നോട്ട് ഗുഡ് എൻകറേജിങ്. അത് TCS ഇന്ന് വീക്ക് ആവുണ്ട്. ഇൻഫി ഡൗൺ ആണ്, SCL ഡൗൺ ആണ്. ഓൾസോ ഇപ്പോൾ എല്ലാ IT പാക്സും ഇന്ന് പെർഫോം ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഫൈനാൻസ് സെക്ടറിൽ വരുമെന്ന് വെച്ചാൽ തന്നെ ഫൈനാൻസ് സെക്ടറിൽ HDFC ബാങ്ക് 1996 ട്രേഡ് ചെയ്യുന്നു. പക്ഷേ HDFC ബാങ്ക് 2020 അപ്പോൾ ഒക്കെ ഓൾ ടൈം ഹൈയിലുള്ളത്. സോ ഇനി അതിൻ്റെ മുകളിലേക്ക് HDFC ബാങ്ക് കറക്റ്റ് ഇനിയും മൂവ് ചെയ്യുമെന്നുള്ള കാര്യം മേ ബി ഹൂ നോസ്. പക്ഷേ HDFC ബാങ്ക് കുറച്ച് കറക്റ്റ് ചെയ്താൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി കറക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാങ്ക് നിഫ്റ്റി കറക്റ്റ് ചെയ്താൽ മാത്രമേ നിഫ്റ്റി ഇനി താഴോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുപോലെ ഇന്നിപ്പം കുറച്ചൊരു ബാങ്കിങ് സെക്ടറിൽ മൂവ് ചെയ്ത് കാണുന്നത് ഞാൻ കോട്ടക് ബാങ്കും ആക്സിസ് ബാങ്കാണ്.
കോട്ടക് ബാങ്കും ആക്സിസ് ബാങ്കും കുറച്ചൊരു മൂവ് ചെയ്ത് കാണുന്നുണ്ട്. അതുപോലെ SBI ലൈഫ് 1837 അത് 1800 വരെ പോയിരുന്നു. 1837 നിന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ അനദർ സ്റ്റോക്ക് ഇസ് പവർ ഫൈനാൻസ് കോർപ്പറേഷൻ. അതും കുറച്ചൊരു മൂവ് ചെയ്തിട്ട് കാണുന്നുണ്ട് ഈ ഫൈനാൻസ് സെക്ടറിൽ. ബാക്കി ഒരു ഇതെല്ലാ ഫൈനാൻസ് സെക്ടറിലും ഇന്ന് ലഗാർഡ്സായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ FMCG സെക്ടർ ആണ് ഇന്ന് മെയിൻലി യൂണിലിവർ, നെസ്ലെ, ബോത്ത് ആർ ഡൺ വെൽ. ഓൾസോ ജിലറ്റ് ഹാസ് ഡൺ 10,832 ജിലറ്റിൻ്റെ. പക്ഷേ ജിലറ്റ് നോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഇൻ F&O. ഇന്ന് നന്നായി പെർഫോം ചെയ്ത സെക്ടർ എനിക്ക് കാണുന്നത് ഹെൽത്ത് കെയർ സെക്ടറാണ്. ഹെൽത്ത് കെയർ സെക്ടറിൽ സൺഫാർമ, ഗ്ലെൻമാർക്ക്, മാൻകൈൻഡ്. സോ ബൈ ദ വേ ഗ്ലെൻമാർക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഗ്ലെൻമാർക്കിൻ്റെ ഇന്ന് നല്ല മൂവ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഗ്ലെൻമാർക്കിനെ സംബന്ധിച്ചോളം അത് ഒരു US ബേസ്ഡ് കമ്പനിയായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ പേര് ആബ്വായ് എന്നൊരു കമ്പനി. ഇത് ഓൺകോളജി ഡ്രഗ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ടായിരിക്കണം ചിലപ്പം ഇന്ന് ഈ ഗ്ലെൻമാർക്ക് മൂവ്. പക്ഷേ അഗെയിൻ ഗ്ലെൻമാർക്ക് ഫാർമസെക്ടറിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു 2 സ്റ്റോക്കാണ് ഗ്ലെൻമാർക്കും സൺഫാർമയും. ഇത് നന്നായി ചെയ്യുന്നൊരു സ്റ്റോക്കുകളാണ്. അതുപോലെ നോൺ എനർജി മിനറൽസിലും അൾട്രാടെക് സിമെൻറ്റ് ഇസ് നമ്പർ 1. ആൻഡ് അഗെയിൻ അൾട്രാടെക്, ഗ്രാസിം, ബോത്ത് ബിർളാൻ്റെ സ്റ്റോക്സ് ആണ്. ദേ ആർ ഡൂയിങ് വെൽ. ആൻഡ് ഹിന്ദുസ്ഥാൻ സിങ്ക് കുറച്ച് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. വേദാന്ത, ഹിന്ദുസ്ഥാൻ സിങ്ക്. പക്ഷേ എടുത്തു പറയേണ്ട സ്റ്റോക്ക് റാംകോ സിമെൻ്റ് ആണ്. റാംകോ സിമെൻറ്റ് 1140 3.25% ഇന്ന് ഗെയിൻ ചെയ്ത സ്റ്റോക്കാണ് റാംകോ സിമെൻറ്റ്. ഇലക്ട്രോണിക് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ബെല്ല്, HAL, പിന്നെ പവർ ഇന്ത്യ, ഇതൊക്കെ ഇന്ന് ഓൾമോസ്റ്റ് ഇന്ന് നോട്ട് ഗുഡ്, ഡൂയിങ് വെൽ. സോ ഓവറോൾ ഇന്നത്തെ മാർക്കറ്റിനെ മൂവ് ചെയ്യാൻ, നിഫ്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സുകൾ ഇന്ന് കാണുന്നില്ല. നിഫ്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സുകൾ യൂണിലിവറിന് മാത്രം നിഫ്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഗ്ലെൻമാർക്ക് ഈസ് ഓൾസോ നോട്ട് ഇൻ ദ നിഫ്റ്റി സ്റ്റോക്ക്. സോ ദിസ് ഈസ് വാട്ട് ദ മാർക്കറ്റ് ടുഡേ. സോ ഇന്ന് ഞാനൊരു ബൈ ഒന്നും മാർക്കറ്റിൽ കാണുന്നില്ല. ഐ ഡോണ്ട് സീ എനി വാല്യൂഷൻ കംഫോർട്ട് ഇൻ ദ മാർക്കറ്റ്. സോ whenever I see some valuation comfort, like I told you, യൂണിലിവർ, TC, പിന്നെ ഇതുപോലത്തുള്ള കമ്പനികൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഏഷ്യൻ പെയിൻറ്റ്, ഇതൊക്കെ പറഞ്ഞിരുന്നു. സോ ദീസ് കമ്പനീസ് അതൊക്കെ റൈറ്റ് ടൈമായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നൗ ഇറ്റ് ഈസ് ഓവർ. സോ എനിവേ, നൗ ദ ടൈം ഇസ് 10 o'clock. ലെറ്റ് സീ, നമുക്കൊരു കുറച്ച് സമയം കഴിയുമ്പോൾ മാർക്കറ്റ് എൻ്റെ ഡയറക്ഷൻ കുറച്ച് സമയം നമുക്ക് പറയാൻ പറ്റും. So I have a humble request for you to subscribe my channel and support my channel. So your subscription and support motivates me to put more videos. Thank you very much for viewing my channel. Have a nice day.